ഗേസ് ഇറ്റ്സ് മീ യുവർ കൊറിയൻ ഗേൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഈ കിളി പറന്ന് പോണ കണ്ടോ? ഇതുപോലെ പറന്ന് നടക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ നമ്മളിൽ കൂടുതൽ പേരും. ഇതുപോലെ നമ്മുടെ ട്രിവാൻഡ്രത്തൊരു സ്പോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ കണ്ടിരിക്കുന്ന വ്യൂ ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇത് നല്ല അടിപൊളി വ്യൂ അല്ലേ? അപ്പോൾ ഇത് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ? കമോൺ. ഞാനീ പോകുന്നത് പേപ്പാറ ഡാമിലോട്ടാണ്. ഒട്ടും വെള്ളമില്ലാത്ത സമയത്താണ് ഞാനീ പോയത് കേട്ടോ. സാധാരണ എല്ലാവരും മഴ സമയത്തൊക്കെയാണ് ഡാം കാണാൻ പോകാറുള്ളത്. അതൊരു ഭംഗിയാണ്, പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും നല്ലൊരു വേനലിൽ ഒരു ഡാം കാണാൻ വേണ്ടി പോകണം കേട്ടോ. ഈ മഴയത്ത് അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അടിയിലായിരുന്ന പല സ്ഥലങ്ങളും അതിങ്ങനെ വിസിബിളായിട്ട് കാണുമ്പോണ്ടല്ലോ, അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്രയും നല്ലൊരു വ്യൂ എനിക്ക് കിട്ടുമെന്ന്. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാണ്ടാണ് ഞാൻ ഈ ആടി പോകുന്നത്. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ, മഴയൊന്നുമില്ലല്ലോ, വെള്ളമൊന്നുമില്ലല്ലോ, എന്ത് കാണാനാന്നുള്ളൊരു ലാഘവത്തോടെയാണ് സംഭവം ഞാൻ ഇറങ്ങിപ്പോയത്. പക്ഷെ ചെന്ന് കണ്ട് ഞെട്ടി, എൻ്റെ കിളി പാറി. ഇത്രയും നല്ല വ്യൂ ഞാൻ വേറെ എവിടെയോ ചെന്ന് പെട്ട പോലെ, വേറെ ഏതോ ദ്വീപിലോ അങ്ങനെ എവിടെയെങ്ങാണ്ട് ചെന്ന് പെട്ട പോലൊരു ഫീലായിരുന്നു. ഇനിയിപ്പോൾ വെള്ളം നിറഞ്ഞ് ഡാം തുറന്നിട്ടിരുന്നാൽ കാണുന്ന അതിനേക്കാൾ ഭംഗി സംഭവം ഇതിനുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് ഒറ്റയ്ക്ക് വന്നിരിക്കുക അല്ലെങ്കിൽ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുക എന്നൊക്കെ ഉള്ളവർക്ക് പറ്റിയ സ്പോട്ടാണ്. അധികം തിരക്കൊന്നുമില്ല, അധികം നല്ല ഒട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല. ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകരുത് എന്നുള്ള വാണിംഗ് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഡാമിൻ്റെ മേലിൽ കൂടെയുള്ള അതിലേക്കൂടെ നമ്മൾ പോകാൻ പാടില്ല എന്ന്. അവിടെ നിന്ന് ആ ഒരു സൈഡ് വഴി ഇറങ്ങി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. നോക്കിയാണ് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. ഞാൻ എന്നിട്ട് കുറേ പ്രതീക്ഷിച്ചു ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു മൃഗം ഒന്ന് വെള്ളം കുടിക്കാനായിട്ട് വന്നിരുന്നെങ്കിലെന്ന്. ഞാൻ 24 ഒക്കെ ഇട്ട് S24 ഒക്കെ ഇട്ട് ഒരുപാട് അങ്ങോട്ട് സൂം ചെയ്യുന്നുണ്ട്. നിങ്ങളീ കാണുന്ന കൊക്കില്ലേ, ഇത് ഒത്തിരി ദൂരെയാണ്, കണ്ണുകൊണ്ട് പോലും നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ദൂരെ നിൽക്കുന്ന ഒരു സാധനമാണ്. ഞാനത് S24 ഇട്ട് സൂം ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലാവും. അത്രയും എന്താ പറയുക, ഭയങ്കര ഭംഗിയായിരുന്നു. എനിക്കാണെങ്കിൽ എത്ര നേരം അവിടെ നിന്നിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. അത്രയും അടിപൊളി പ്ലേസാണ്. നമ്മൾ എത്ര മണിക്കൂർ അവിടെ ഇരുന്നാൽ പോലും നമുക്ക് സമയം പോകണം നമ്മൾ അറിയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. കണ്ടില്ലേ ആ കൊക്ക്, അത് എത്ര ദൂരത്താണ് ഇരുന്നതെന്ന്. അപ്പോൾ ഞാനിങ്ങനെ S24 ഇട്ട് അവിടെ സൂം ചെയ്ത് ഓരോ ഇലയും പൂവും കായും വരുന്ന കിളിയും എല്ലാം ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. സംഭവം അടിപൊളി പ്ലേസാണ്. നിങ്ങൾ പേപ്പാറ ഡാമിൽ പോയിട്ടുണ്ടാവണം പലതവണ. ട്രിവാൻഡ്രത്തുള്ളവർ പോകാത്തവർ കുറവാണ്. ഇനിയിപ്പോൾ മറ്റു സ്ഥലത്തുള്ളവരായാലും പോയിട്ടുണ്ടാവണം. പക്ഷേ ഇങ്ങനൊരു സമയത്ത്, അതായത് വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും പോകണം. പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട്, കാഴ്ചകളൊക്കെ കണ്ടിട്ട് കമോൺ.
വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ എന്ത് വെള്ളമായാലും, അതിപ്പോൾ കടലായാലും കുളമായാലും തോടായാലും എനിക്കൊന്ന് കാല് നനയ്ക്കാണ്ട് തിരിച്ച് കയറി വരാൻ പറ്റില്ല. എനിക്ക് ഈ വെള്ളം, മല, കുന്ന്, കാട് ഇതൊക്കെ ഞാൻ ഈ സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറങ്ങിയപ്പോഴേക്കും ആ സൈഡിലെല്ലാം നല്ല ചെളി ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ അവിടെ എന്തൊക്കെയാണ് കിടക്കണേ നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ കാലിൽ ചെരുപ്പില്ലായിരുന്നു. ഷൂ ഇട്ടിട്ട് പോയതായിരുന്നു. ഞാൻ ഷൂ ഊരി വെച്ചു. കാരണം വെള്ളത്തിൻ്റെ അടിയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ മലയാളികളാണല്ലോ, എന്തെങ്കിലുമൊക്കെ വലിച്ചെറിയും. ചിലപ്പോൾ വല്ല കുപ്പിയോ അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാല് പൊത്ത് കയറിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം അവിടെ നിന്നു. പക്ഷേ നമുക്ക് എന്താ പറയുക, ഭയങ്കര സമാധാനം കിട്ടും കേട്ടോ. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത സൂപ്പർ സ്റ്റാർ ഞാനാണ് എന്ന് വരെ ഞാൻ ചിന്തിച്ച് കൂട്ടിയെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പം ഞാൻ പോയിട്ട് വന്നിട്ട് കുറേ ദിവസമായി. ഇപ്പോഴാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ടൈം കിട്ടിയത്. പോയിട്ടില്ലാത്തവരാണെങ്കിലും മസ്റ്റായിട്ട് പോയി കാണാൻ, നമ്മുടെ മൈൻഡ് റിലീഫാക്കുക. ഇതെല്ലാം കണ്ടു തീർക്കാനുള്ളതാണ് ഈ കാഴ്ചകളൊക്കെ നമുക്ക്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഓൾസോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.